Next question. T from R5 to R4 defined by T of x is equal to Ax where x belong to R5. Where A is this matrix. What is the order of this matrix? 4 by 5. അപ്പം ഫൈൻഡ് എ ബേസിസ് ഫോർ ദ കേർണൽ ഓഫ് ടി. കേർണൽ ഓഫ് ടീന് ഒരു ബേസിസ് കണ്ടുപിടിക്കണം. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ നമ്മളൊരു മെട്രിക്സ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്തു. പിന്നെ സോൾവ് ചെയ്തു. എക്സ് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും സ്പാൻ ഓഫ് എ വെക്ടർ കിട്ടിയല്ലോ. സോ ദാറ്റ് വിൽ ഫോം എ ബേസിസ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ബേസിസ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ബേസിസ് ഈക്വൽ ടു 0 സോൾവ് ചെയ്യാം. ദാറ്റ് മീൻസ് 1 2 0 1 minus 1 2 1 3 1 0 minus 1 0 minus 2 0 1 0 0 0 2 8 that into x1 x2 x3 x4 x5 അഞ്ച് എലമെന്റ് ഉണ്ടല്ലോ is equal to 0. എങ്ങനെ സോൾവ് ചെയ്യുന്നത്? ഹോമോജീനിയസ് സിസ്റ്റം. സോ വി ഹാവ് റെഡ്യൂസ് ദ സിസ്റ്റം. റെഡ്യൂസ് ചെയ്താൽ 1 2 0 1 minus 1. Transformation of R2 gives R2 minus 2 R1. R3 gives R3 plus R1. ബാക്കിയുടെ 0 ആണല്ലോ. 1 minus 4 minus 3 3 minus 1 2. അടുത്ത് ആഡ് ചെയ്താൽ 0 2 minus 2 1 0 0 0 0 2 8 സെയിം. ഓക്കെ, ഇനി എക്കലോൺ ഫോമിൽ അഗെയിൻ ഫസ്റ്റ് റോ സെയിം. Again transformation, the leading non-zero entry minus 3. So R3 gives 3 R3 plus 2 R2. Then there is 0 minus 3 3 minus 2 0. Then there is 0 I 3 കൊണ്ട് ഇൻറ്റു ചെയ്യും. minus 6 plus 6 the 0 I 3 കൊണ്ട് 3 3 minus 2 1 I then 4 4. Next 0 0 0 2 8. So that is equivalent to ഇനി ലീഡിങ് നോൺ സീറോ എൻട്രി 1 ഇതിനെ 0 ആക്കണം. So R4 gives R4 minus 2 R3 ചെയ്യാം. അപ്പോൾ 2 0 1 minus 1 0 minus 3 3 minus 1 2 0 0 0 1 4 then again 0 0 0 0 0 തന്നെയല്ലേ, കാരണം അത് മൾട്ടിപ്പിൾസ് ആണ് ആ രണ്ട് റോസും 1 4 2 8. അപ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇക്വേഷൻ ആക്കുമ്പം x1 x2 x3 x4 x5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തുവരും? x1 plus 2x2 plus x4 minus x5 is equal to 0 minus 3x2 plus 3x3 minus x4 plus 2x5 is equal to 0. Then x4 4 plus 4x5 is equal to 0. So what is the rank? Rank non-zero rows 3 അല്ലേ. Number of variables 5. അപ്പോൾ n minus r is 2. രണ്ട് വേരിയബിളിന് കൊടുക്കണം. അപ്പോൾ ആദ്യം x5ന് നമുക്ക് k1 കൊടുക്കാം. then x4 എന്തായിരിക്കും? minus 4 k1 ആയിരിക്കും. then ഇത് ഓക്കെ ആയി. ഇതിൽ നിന്ന് x3ന് k2 കൊടുക്കാം. ഏതെങ്കിലും വേരിയബിളിന് കൊടുത്താൽ മതി. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ എന്തായിരിക്കും? minus 3 x2 plus 3 k2 minus plus 4 k1 plus 2
k1 is equal to 0 വരും. അപ്പോൾ ഇതിന് എന്ത് എഴുതാം? x2 എന്തായിട്ട് വരും? -3k2, ഇത് രണ്ടുകൂടെ 6 ആയല്ലോ, -6k1 ഹോൾ ഡിവൈഡഡ് ബൈ -3 എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് k2 + 2k1 എന്ന് എഴുതാം. x1 കണ്ടുപിടിക്കാൻ x1 നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഇത് പ്ലസ് എക്സ് -2x2 എന്ന് വെച്ചാൽ എന്താ? ഇൻറ്റു -x4. അപ്പോൾ ഇത് പോകുമല്ലോ, 4k1 അടുത്ത് +x5k1. ഇതിനെ സിംപ്ലിഫൈ ചെയ്താലോ, -2k2 -4k1 +4k1 +k1. ഓക്കെ, അപ്പോൾ എല്ലാം കിട്ടിയല്ലോ. therefore നമ്മുടെ ക്യാപിറ്റൽ എക്സ് ആയി -2